ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ പിന്നെ അപ്പൂസോണിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കാണ്. അപ്പോൾ നമ്മളിന്ന് പിന്നെ സയൻസ് കിറ്റിൻ്റെ ആയിട്ടാണ് വന്നേക്കണേ. അപ്പം ഇന്ന് നമ്മളൊരു പുതിയ ഒന്നാണ് ചെയ്യുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഫിഷ് വോൾക്കാനോ ഒഴിച്ചിട്ട് എല്ലാം ഞാൻ വൃത്തിയാക്കി. ഇന്ന് അണ്ടർ വാട്ടർ വോൾക്കാനോ ആണ്. ഓക്കെ, ഇതൊക്കെ എൻ്റെ മാനുവൽസ് ആണ്. അപ്പം നമുക്ക് ഇപ്പം തന്നെ ചെയ്യാം. അപ്പം നേരെ വീഡിയോയിലേക്ക്. അപ്പം ആദ്യം എന്താണ് എടുക്കേണ്ടത്? ഫസ്റ്റ് തന്നെ ഇതാണ്. പിന്നെ മെറ്റീരിയൽസ് ഫ്രം ഹോം, വാട്ടർ, പിന്നെ ബേബി ഓയിൽ, കുക്കിംഗ് ഓയിൽ. നമ്മുടെ കുക്കിംഗ് ഓയിൽ എടുത്തിട്ടുണ്ട്, ബേബി ഓയിൽ ഉണ്ട് ഇല്ലെങ്കിൽ ഞാൻ വലിയ കുട്ടി. അപ്പോൾ ആദ്യം മെഷർ 10 millimeter വാട്ടർ ഇൻ ദ മെഷറിംഗ് സിലിണ്ടർ ആൻഡ് പവർ ഇൻ ദ ടെസ്റ്റ് ട്യൂബ്. ഇതാണ് ടെസ്റ്റ് ട്യൂബ്. ഇത് എൻ്റെ പേര് പറഞ്ഞൂടാ. ഇപ്പം എത്ര മില്ലിലിറ്ററായി? 10 കറക്റ്റ് 10 കറക്റ്റ് ആയി. അപ്പം ഇത്ര നമ്മൾ ഈ ടെസ്റ്റ് ട്യൂബിലേക്ക് ഒഴിച്ച് കൊടുക്കണം. ഇത് നമ്മൾ 10 milliliter തന്നെയാണ്. ഇത് റെഡിയാണ്. അടുത്തത് then add 2 drops of red color into the mix using the stirring stick. സ്റ്റിറിംഗ് സ്റ്റിക്ക് ഇട്ട് ഇളക്കണം, അതാണ് ഉദ്ദേശിച്ചത്. യൂസിങ് ദ സ്റ്റിറിംഗ് സ്റ്റിക്ക് ഒക്കെയാണ്. ഇങ്ങോട്ടല്ലേ? ഇതിപ്പോ ഒരെണ്ണം മാത്രം കറക്റ്റ് ആയി പോയി, മറ്റേ സൈഡിൽ കൂടെ ഒക്കെ ആണല്ലേ. അപ്പോൾ നമുക്കിത് സ്റ്റിറിംഗ് സ്റ്റിക്ക് ഇതാണ്. എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഗൈസ്, ഇനി പറയേണ്ട ആവശ്യമില്ല. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്ത് രസമാണല്ലേ, കണ്ടോ? എല്ലാ വെള്ളത്തിലും മിക്സ് ആയിട്ടുണ്ട്. ഒരു ഭാഗം ഈ സ്റ്റാൻഡിലിരിക്കുന്നതുകൊണ്ട് ഞാൻ പിടിക്കുന്നതായില്ല. അടുത്തെന്താണ്? ആഡ് 1 scoop ഓഫ് ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡ ഒക്കെ ചെയ്യണമെന്നുണ്ടല്ലോ. ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യണം. സേഫ്റ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എത്ര ഇടണ്ടേ? ആഡ് 1 scoop മതി. ഓക്കെ, 1 scoop നമ്മൾ വേസ്റ്റ് ആക്കണം. ഈ സാധനങ്ങളും നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഇപ്പോൾ പറഞ്ഞത് അത് വാങ്ങിയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ബേക്കിംഗ് സോഡ നമ്മൾ 1 scoop എടുത്തോളൂ. 2 scoop ഇട്ട് എന്തൊക്കെയാവും കറക്റ്റായിട്ട് ഇറക്കാവില്ല. അപ്പോൾ 2 scoop ഇട്ട് ബേക്കിംഗ് സോഡ ഇട്ടിട്ടുണ്ട്. അടുത്ത് എന്താ ചെയ്യണ്ടേ? ഇപ്പം ഇവിടെ മെഷർ 20 milliliter കുക്കിംഗ് ഓയിൽ. കുക്കിംഗ് ഓയിൽ അയ്യോ കൂടിപ്പോയി ശരിയാവും, കാരണം നിലവിളക്ക് എത്തിക്കുന്ന സാധനം. അപ്പോളേ എത്ര കറക്റ്റ് 20 തന്നെ കിട്ടുന്ന എൻ്റെ ദൈവമേ, ഞാൻ ചരിച്ചിടിക്കുന്നില്ല. വേസ്റ്റ് ആവുന്നു. കുക്കിംഗ് ഓയിൽ ഒത്തിരി വേണമല്ലോ. തീർന്നാലും തീരത്തൊന്നുമില്ല. ഇതിൽ 5 milliliter 20 ഒക്കെ ആവണ്ടേ? ഈ 20 എന്താണാവത്? കൂടിപ്പോയായിരുന്നെങ്കിൽ എല്ലാം തീർന്നേനെ. എങ്ങോട്ട് അയക്കണ്ടേ? എങ്ങോട്ട് അയക്കണ്ടേ? പുല്ല് ഒഴിച്ചു. കണ്ടല്ലേ സെറ്റ്. ആ കളർ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ തീർക്കുകയാണ്. നമുക്ക് അടുത്ത് നോക്കാം. ഡ്രോപ്പ് 1 scoop ഓഫ് സിട്രിക് ആസിഡ്. അയ്യോ, എനിക്ക് സിട്രിക് ആസിഡ് മതി. സിട്രിക് ആസിഡിന് നടപ്പുണ്ടല്ലോ. ഇതെടുത്തിട്ട് നമുക്ക് എല്ലാം ചെയ്യാം. ഗ്ലൗസ്. സിട്രിക് ആസിഡാണ് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത സാധനം. എന്തിനാണ് സിട്രിക് ആസിഡൊക്കെ ഉള്ളത്? പാട്ടിനൊക്കെ പിടിക്കാൻ തന്നെ ഉണ്ട്. അടുത്ത് നമ്മൾ ഇതിങ്ങോട്ട് നന്നായിട്ട് വരയ്ക്കണം. ഈ ഭാഗം മതി. ഗ്ലൗസ് നമ്മൾ കയ്യിൽ ഭയങ്കര ചൂട്. എത്ര സ്കൂപ്പ്?
1 സ്കൂപ്പ് മതി. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 2 സ്കൂപ്പ് എന്ന് പറഞ്ഞിട്ട് 1 സ്കൂപ്പിനെ പോലെയൊക്കെ എടുക്കുക. ഇപ്രാവശ്യം നമ്മൾ 1 സ്കൂപ്പിനെക്കാട്ടിലും കുറഞ്ഞെടുക്കുക. കുട്ടിക്കാൻ ഭയങ്കര വേണമെന്നുണ്ടാകും. മിക്സിയിട്ട് അടിക്കാത്തുള്ളൂ. എൻ്റെ കയ്യിൽ മിക്സി ആയിട്ടുള്ള പറഞ്ഞിരിക്കും. ഇത്ര ആയിട്ടുള്ളൂ. ഭയങ്കര കട്ടൊക്കെ ഇരിക്കുക. ലോങ് വീഡിയോ ആവും ഗൈസ്. എന്താണ് ഗൈസ് പൊട്ടിച്ച് എന്താ പറയുക. ഇപ്പൊക്കെ ഇതും കട്ടി. മറ്റേ ചവയ്ക്കുന്ന മെഷീനൊക്കെ വേണ്ടേ? ഹൈഡ്രോളിക് പ്രസ് വെച്ച് പൊട്ടിയാൽ മതി. മെനക്കേടാണല്ലോ മെഷീന്. ഓക്കെ, ഇത്രയും കുറച്ച് മതിയായിരിക്കില്ലേ? 1 സ്പൂണായി. 1 സ്പൂണ് വെച്ച് ഇത്രയൊക്കെ മതി. ഒന്നല്ല നമ്മളാരാൻ പൊങ്ങി വരുമോ? മറ്റേ കാക്ക കല്ലിട്ട പോലെ പൊങ്ങി വരുമോ? ട്രെയിൽ വെക്കണം. എന്തോ പോലെ ആവുന്നു ഗൈസ്. എനിക്കറിയാൻ മേല. എൻ്റെ ഭാഗത്തൊരു തെറ്റുമില്ല. പരീക്ഷണം ഫോളായെന്ന് തോന്നുന്നു. സിറിഞ്ച് സ്റ്റിക്ക് കൊണ്ടും കൂടെ ആക്കിയിട്ട് മതിയേ. ഇനിയിപ്പോ പോയോ? ലാവ ഗൈസ്. ലാവ പോലെ ഉണ്ട് ശരിക്കും. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. മോനെ സീന് എന്നാ അടിയെന്ന് തന്നെ അറിഞ്ഞണ്ടാ സീന്. കുടിച്ചാലോ ഗൈസ്. ഭയങ്കര രോമാഞ്ചം. അയ്യോ, കറക്റ്റ് ഇതിൽ കാണിക്കുന്ന പോലെ തന്നെ ഉണ്ട്. ഇനിയിപ്പോ ഇതാ ഇവിടെ കളയും ഗൈസ്. എൻ്റെ പൊന്നു, ഇത് ഇപ്പൊ ഇവിടെ ഇങ്ങനെയൊക്കെ വന്നു. നമ്മുടെ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ ഇറക്കുന്നതാണ്, അടുത്ത റിക്സിലിൻ്റെ. അപ്പോൾ ചാനൽ കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.